ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസി ഹാൻഡ് വർക്ക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് റേസ്ഡ് ബട്ടൺ ഹോൾ ബാൻഡ്. ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 പാരലൽ ലൈൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഗോൾഡൻ ത്രെഡാണ്. ഗോൾഡൻ മെറ്റാലിക് സെറി ത്രെഡാണ്. നമ്മൾ സാധാരണ ഗോൾഡൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുള്ള ത്രെഡാണ്. ഇതിൽ നിന്ന് 6 ലെയർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6 ലെയേഴ്സ് ആവശ്യത്തിന് ലെങ്ത്തിന് മുറിച്ചെടുത്തിട്ട് സൂചി മേക്കോടെ കോർത്തെടുത്തിട്ടുണ്ട്. ഒരറ്റം നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഒരറ്റം ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാലറിയാം 6 ലെയർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ 2 ലൈൻസിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് വിട്ട് കുറച്ച് സ്ട്രേറ്റ് സ്റ്റിച്ചസ് ചെയ്തെടുക്കാൻ പോവാണ്, ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈനുമേ അറ്റത്തെ പോയിന്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെയായിട്ട് സൂചി താഴത്തുനിന്ന് മേലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് താഴത്തെ നേരെ ഓപ്പോസിറ്റുള്ള ലൈനുമേ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ചെരിയാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ട്രൈ ചെയ്യാം. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം സൂചി താഴ്ത്തുനിന്ന് മേലേക്ക് കൊണ്ടുവരാം. അടുത്ത സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സൂചി മേലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നേരെ ഓപ്പോസിറ്റായിട്ട് ഓപ്പോസിറ്റ് ലൈനും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ചെരിയാതെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എത്ര ഗ്യാപ്പാണോ വിട്ടേ അതേ സെയിം ഗ്യാപ്പ് തന്നെ വിട്ടിട്ട് വീണ്ടും സൂചി താഴ്ത്തുനിന്ന് മേലേക്ക് കൊണ്ടുവരാം. വീണ്ടും ഓപ്പോസിറ്റ് ലൈനുമേ നേരെ ഓപ്പോസിറ്റായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചെരിയാതെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഏത് ലൈനുമേയാണോ സൂചി താഴത്തേക്ക് കൊണ്ടുപോകുന്നത് അതേ ലൈനുമേ തന്നെ സൂചി മേളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ത്രെഡ് കുറച്ചും കൂടി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ സെയിം ഗ്യാപ്പ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ സ്റ്റിച്ച് കുറച്ചും കൂടെ ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. നമ്മുടെ ഈ റേസ്ഡ് ബട്ടൺ ഹോൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നത് 2 സ്റ്റെപ്സ് ആയിട്ടാണ്. അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ചെയ്തെടുക്കുന്നത്. ഇതൊരു ഫൗണ്ടേഷൻ പോലെയാണ്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ എല്ലാ സ്ട്രെയിറ്റ് സ്റ്റിച്ചസിനെയും ഒന്ന് റാപ്പ് ചെയ്തെടുക്കും ത്രെഡ് കൊണ്ട്. അപ്പോൾ ഈ ഏരിയ മൊത്തം ഫില്ലായി കിട്ടും. ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ച് കൂടിയാണ്. ഇനി നമുക്ക് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള എംബ്രോയ്ഡറി നീഡിൽ, പോയിൻ്റ് ടിപ്പുള്ള എംബ്രോയ്ഡറി നീഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള വർക്ക് ചെയ്തത്. പക്ഷേ ഇനി ബാക്കിയുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നത് വേറൊരു നീഡിൽ ഉപയോഗിച്ചിട്ടാണ്. ടാപ്പസ്ട്രി നീഡിൽ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പ് അത്ര പോയിൻറ്റഡ് ആയിരിക്കില്ല, അത്ര ഷാർപ്പായിരിക്കില്ല, ഒരു ബ്ലണ്ട് ടൈപ്പ് ടിപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സൂചി അവിടെ എവിടെയും കൊളുത്തി പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് റാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പിലുള്ള നീഡിൽ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഈ നീഡിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ എംബ്രോയ്ഡറി നീഡിൽ തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചും കൂടെ എളുപ്പത്തിന് നമുക്ക് ഹൂപ്പൊന്ന് തിരിച്ചു വയ്ക്കാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ ഒരു കയ്യിൽ നമ്മൾ ത്രെഡ് പിടിക്കുക, എന്നിട്ട് മറ്റേ കയ്യിൽ സൂചി ഇതുപോലെ ആദ്യത്തെ സ്ട്രേറ്റ് സ്റ്റിച്ചിൻ്റെ അടിക്കോടെ എടുക്കുക. എന്നിട്ട് ആ സൂചിയുടെ അടിക്കോടെ ആ ത്രെഡിനെ വെച്ചതിന് ശേഷം ഇതുപോലെ സൂചി ഒന്ന് വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ സ്ട്രേറ്റ് സ്റ്റിച്ചിന് ഒരു നോട്ട് ഫോം ചെയ്ത് കിട്ടും. അപ്പോൾ അത് വല്ലാതെ വലിക്കരുത്, കുറച്ച് ലൂസായിട്ടിരിക്കണം. അതായത് ആ 2 സ്ട്രേറ്റ് സ്റ്റിച്ചസിൻ്റെ നടുക്ക് വരെ വരുന്ന രീതിയിലായിട്ട് ലൂസാക്കി വെക്കുക. വീണ്ടും സെയിം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു കയ്യിൽ ത്രെഡ് പിടിച്ചു, ഒരു കയ്യിൽ സൂചി ഇങ്ങനെ വെച്ചിട്ട് സൂചിയുടെ അടിയിൽ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. ലൂസായി വലിക്കുക, വല്ലാതെ ടൈറ്റ് ആവാതെ നോക്കുക. നമ്മൾ എത്ര ലൂസായാണോ വെക്കുന്നത് അതേ ലൂസിൽ തന്നെ താഴത്തേക്കും സെയിം തന്നെ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ താഴെ വരെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഓരോ സ്ട്രേറ്റ് സ്റ്റിച്ചുമേയും ഓരോ നോട്ടിട്ട് പോവാണ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇത് ഈ ഒരു ഏരിയ ഫുള്ള് ഫില്ലാവണ വരെ ഇതേപോലെ നോട്ടിട്ട് പോവാണ് ചെയ്യുന്നത്. ആദ്യം മുകളിൽ നിന്ന് താഴെ വരെ ഒരു ലെയർ ഫുള്ള് ചെയ്തെടുക്കും. അതിനുശേഷം വീണ്ടും മുകളിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഈ ഏരിയ മൊത്തം ഫില്ലാവണ വരെ ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ
ഫോളോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ താഴെ വരെ എത്തി. ഇനി ആ കാണുന്ന നോട്ടിൻ്റെ അടിയിലായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. വീണ്ടും മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെയാണ് മുൻപത്തെ സ്റ്റിച്ച് ചെയ്തത് അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിലായിട്ട് സൂചി താഴ്ത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതുവരെ ചെയ്ത പോലെ തന്നെ അടുത്ത ലെയർ വീണ്ടും ഇതുപോലെ നോട്ടിട്ട് പോവാണ്. മുകളിൽ തുടങ്ങി താഴെ വരെ സെയിം തന്നെ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു കയ്യിൽ ത്രെഡ് പിടിക്കുക, എന്നിട്ട് മറ്റേ കയ്യിൽ സൂചി പിടിച്ചിട്ട് സൂചി ആ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. എന്നിട്ട് സൂചിയുടെ അടിയിൽ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ സൂചി വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും. അപ്പോൾ നോട്ട് 2 സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ നടുക്കിൽ വരുന്ന രീതിയിൽ കുറച്ച് ലൂസാക്കി വയ്ക്കുക. ഇത് തന്നെ സെയിം താഴത്തേക്ക് ഫോളോ ചെയ്ത് പോകാം. ഇത് ചെയ്തെടുക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഡിസൈനിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഫില്ല് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ് റേസ്ഡ് ബട്ടൺ ഹോൾ ബാൻഡ്. നല്ല ഭംഗിയായിരിക്കും ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുത്താൽ. അങ്ങനെ വീണ്ടും നമ്മൾ രണ്ടാമത്തെ ലെയർ താഴെ വരെ എത്തി. അപ്പോൾ അവിടെ നോട്ട് ഇട്ടതിന് ശേഷം ആ നോട്ടിൻ്റെ അടിയിലായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകുക. അതിനുശേഷം പുറകിൽ നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇനി വീണ്ടും ഇത് തന്നെ വീണ്ടും അടുത്ത ലെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയ ഫില്ലാവണ വരെ വീണ്ടും നമ്മൾ ലെയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ ആകെ ഇനി 2 ലെയറിൻ്റെ ആവശ്യം കൂടി ഉള്ളൂ. നൂല് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനിയുള്ളതൊക്കെ സെയിം തന്നെയാണ്, സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ ഇനിയുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുക. കാണുമ്പോൾ തന്നെ അറിയാം അതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന്. അങ്ങനെ വീണ്ടും പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് ഒരു ലെയറും കൂടി ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവും. വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇതിങ്ങനെ ചെയ്തു പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എവിടെയെങ്കിലും നൂല് കയറി ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റാക്കി അറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ എത്താറായി. ഇത് നല്ല റിച്ച് ലുക്കായി. ആ ഏരിയ മൊത്തം നമ്മുടെ ബ്ലാങ്കായി കിടന്ന ഏരിയ മൊത്തം ഇത് ഫില്ലായി കിട്ടി. ഇത് നല്ലൊരു ഫില്ലിങ് സ്റ്റിച്ചാണ്. നമുക്കിപ്പോൾ നെക്കിൻ്റെ ബോർഡർ ലൈനിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ്. അതുപോലെ സ്റ്റെംസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെറ്റൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്കിഷ്ടമുള്ള പോലെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലൊരു ഫില്ലിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതാണ് റേസ്ഡ് ബട്ടൺ ഹോൾ ബാൻഡ്. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു വെറൈറ്റി ലുക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.